ഹലോ ഗൈസ്, ഹാപ്പി സൺഡേ. സൺഡേ ആണെങ്കിലും ഇന്ന് നമുക്ക് വർക്കിംഗ് ഡേ ആണ്. സോ ഏട്ടൻ എന്തായാലും പോകണം. ജാനിക്കുട്ടി ഇതേ കളർക്ക് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതേ കിച്ചണിൽ കയറി എൻ്റെ വർക്കൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അമ്മ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ എഫക്റ്റ് എനിക്ക് നന്നായിട്ട് അറിയാനുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴായാലും നമ്മളും ഇതൊക്കെ ശീലിക്കണമല്ലോ. ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും വെജിറ്റബിൾ സ്റ്റൂ ആയിരുന്നു കേട്ടോ. സോ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ച് ഏട്ടൻ പോയിട്ടുണ്ട്. സൺഡേ സ്പെഷ്യൽ ഇതൊക്കെയാണ്. അപ്പോൾ മാർക്കറ്റിൽ പോയി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് മട്ടനും നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡാമീനായിരുന്നു കേട്ടോ. കുറച്ച് വറക്കാനും അതേപോലെ തന്നെ കറി വെക്കാനും കേട്ടോ ഞാൻ ഈ മീൻ എടുത്തിട്ടുണ്ടായിരുന്നത്. വറുത്ത മീനിനോടും ചിക്കനോടും താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ കറിയിലായിരുന്നു കേട്ടോ എൻ്റെ മെയിൻ കോൺസെൻട്രേഷൻ. ഇനി ഫസ്റ്റ് ആയിട്ട് ഈ ഉള്ളി വണക്കിക്കൊണ്ടിരിക്കുന്ന മട്ടനാണ്. അമ്മ തേങ്ങ വറുത്തരച്ചാണ് പൊതുവെ മട്ടൻ വെക്കാറ്. അതിന്റെ ABCD എനിക്ക് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ രീതിക്കാട്ടോ ഇന്ന് മട്ടൻ വെക്കുന്നത്. വലിയുള്ളി എടുക്കാതെ മുഴുവനായും ചെറിയുള്ളിയിലാട്ടോ അമ്മ ഈ കറി വെക്കുന്നത്. ചെറിയുള്ളി ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പോലും ഞാൻ ഇന്ന് വലിയുള്ളി വെച്ചിട്ടാണ് അത് അഡ്ജസ്റ്റ് ചെയ്തത്. നൈസായി അരിഞ്ഞ വലിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, മസാലകളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ജീരകപ്പൊടി, ഇതെല്ലാം ആഡ് ചെയ്ത് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കണേ. നെക്സ്റ്റ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടനും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാട്ടോ. മട്ടൻ അത്യാവശ്യം നല്ല വേവുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് മട്ടൻ മസാലയാണ്. ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിന്റെ ഒരു ഫ്ലേവർ നമുക്ക് മുഴുവനായിട്ട് കിട്ടുന്നത്. അങ്ങനെ ഇതേ എൻ്റെ മട്ടൻ ഒരു ഭാഗത്ത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കറിയിലോട്ടാണ് കേട്ടോ. യെസ്, ഡാമീൻ കറിയാണേ. അതും ഞാൻ തേങ്ങ അരച്ച് വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഷടപടേന്ന് കറി ആയതിനു ശേഷം ഞാനിതേ വറവിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഡാമീൻ വറക്കാനും വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റായി വന്നതിന് ശേഷം ഞാനിത് റോസമ്മയ്ക്ക് ചോറ് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനും ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് വന്ന് ചോറ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.